വിഷമിക്കണ്ട. ഇതൊരു പ്രായത്തിന്റെ ഫ്ലക്ച്വേഷൻ എന്നല്ലാതെ ബേസിക്കലി അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇത് ശരിയാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗ? അത് ഐ ക്യാൻ. അത്രേ എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ഇവനെ സംബന്ധിച്ച് അടിമുടി ഒരു ക്യാരക്ടർ ചേഞ്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല. മാനേജ്, ജസ്റ്റ് മാനേജ് കുറച്ചു കാലത്തേക്ക്. കൊച്ചുകുട്ടിയല്ലേ, എന്തോ എവിടെയോ ചിലത് അവന് വേദനിക്കുന്നു. അതെന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹാരം ചെയ്താ ഹീൽ ബി ഓൾ റൈറ്റ്. നല്ല കുട്ടിയാണ് അവൻ. എന്തൊരു ഇന്നസെന്റ് ഫീച്ചേഴ്സ് ആണ് അവന്റെ. ക്യൂട്ട്. പന്നി കുട്ടി കുറുങ്ങാലെ നിന്നെ കുഴപ്പമില്ല. ഞാൻ ഡ്രൈവ് ചെയ്യണോ? വേണ്ട. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഇവിടെ തൊമ്മിയുടെ പുതിയ ട്യൂഷൻ ടീച്ചറാണ്, കെയർടേക്കർ. 2 മണിക്ക് തൊമ്മിയെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്ത് 2:30 ഇവിടെ എത്തും. തൊമ്മിയുടെ പഠനം, ആഹാരം, കളി തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം ഇനി ഇവിടെ നോക്കും. രാത്രി 8 മണിയോടെ മടങ്ങിപ്പോവും. ജീലു. യെസ് മാഡം. സോറി മാഡം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. പക്ഷെ ജോലിക്കാർ തമ്മിൽ പേഴ്സണൽ റിലേഷൻസ് എന്റർടൈൻ ചെയ്യുന്ന ആളല്ല ഞാൻ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്. I'm G. എന്തോന്ന് ചേച്ചി ഇത്? കുക്കറി ഷോയോ? ചൈനീസ്, പിസ്സ, ഇറ്റാലിയൻ, എന്തെങ്കിലും മത്സരം ഉണ്ടോ? ആ കുരുത്തം കെട്ട ചെറുക്കനുണ്ടല്ലോ തൊമ്മി, അവൻ ഏത് നേരം എന്ത് ചോദിക്കുമെന്ന് ആർക്കറിയാം. എല്ലാം പുഴുങ്ങി ഹാഫ് കുക്കാക്കി വെച്ചേക്കാനാ ഷീല മാഡം പറഞ്ഞിരിക്കുന്നേ. ചോദിക്കുമ്പോ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ അവൻ ഈ വീടെടുത്ത് തിരിച്ചു വെക്കും. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നതാണല്ലോ ഷീല മാഡം പറഞ്ഞത്. ഇപ്പൊ എന്താ എങ്ങനെയായത്? അതിരിക്കട്ടെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ജാനു? നാരായണി. നാരായണി, നാണീന്ന് വിളിക്കും. ആ വീട്ടിലാരാ താമസിക്കുന്നേ? അവിടെ ആരുമില്ല. ഞാനൊരാളെ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. പെണ്ണുങ്ങൾ ആരും ഇല്ലെന്നാ പറഞ്ഞത്. പെണ്ണുങ്ങളെ ആർക്ക് വേണം? അതൊരു അമേരിക്കക്കാരനാ. പെണ്ണുങ്ങളില്ലാത്ത അമേരിക്കക്കാരനോ? അവനീ കൊച്ചിയിലെന്ത് കാര്യം? അപ്പനും അമ്മയും അമേരിക്കയില്, അവനിവിടെ ഒറ്റയ്ക്കാ. പഠിക്കുന്നോ ജോലിക്കാരനോ? രണ്ടുമില്ല, ചുമ്മാ നടക്കുന്നു. ഭാഗ്യവാൻ. അപ്പോഴേ ചേച്ചിമാരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ചീള് തൊമ്മിക്കുഞ്ഞിനല്ല അവൻ്റെ തന്തയെ വരെ മാനേജ് ചെയ്യാം. അതിന് തന്ത വേൾഡ് ടൂറിലല്ലേ. ഞാനിവിടെ വന്നിട്ട് 2 മാസം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങളാരും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങേരെ കണ്ടല്ലോ 2 ആഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച്. അത് വേറെ ആരെങ്കിലും ആയിരിക്കും.
ദേ കൊച്ചെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവനുണ്ടല്ലോ ആ തൊമ്മിക്കുഞ്ഞ്, ഓ ആ പൊന്ന ചെറുക്കനെ നിനക്കെന്നല്ല ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ വന്ന് നമ്മളെ തല്ലിയാലും ശിക്ഷ നമുക്കാ. ആ ഗതികേട് കൊണ്ടും നല്ല ശമ്പളം കിട്ടുന്നോണ്ടും ഞങ്ങളൊക്കെ ഒന്ന് പിഴച്ചു പോകുന്നു. നിനക്ക് ഇവരെ സഹിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല, നീ ഏതാണ്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ കൊച്ചല്ലയോ? ആയിരുന്നു. ഇപ്പോഴോ? നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്ത് ഭേദം. ടീച്ചറെ, മാഡം അന്വേഷിക്കുന്നു. അല്ല, ആ മെയിൻ ഗേറ്റിലെ വാച്ച്മാന്റെ പേരെന്താ? എബ്രഹാം. അവറാച്ചനെന്ന് വിളിക്കും. നൈസ് നെയിം. ഏ അമ്മണി ചേച്ചി, ഓ അതേതാ പുതിയ കൊച്ച്? വനിതാ ഡ്രൈവറാ? ടീച്ചറാ, എംഎക്കാരിയാ. എമ്മക്കാരിയോ? എങ്കി വേണ്ട, ആയിരിക്കത്തില്ല. എന്തോന്ന്? അല്ല, ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞതാ. ഞാനിങ്ങനെ കല്യാണം ആവാൻ മൂത്ത് തരച്ചു പോകത്തേ ഉള്ളൂ. എന്റെ ഒരു തലവിധി. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഓ, കുക്കിംഗ് അറിയാമോ? ഇല്ല, പഠിക്കാവുന്നേ ഉള്ളൂ. യു ഷുഡ്. അമ്പടി ഭയങ്കര 10,000 രൂപയിലേക്ക് ട്യൂഷൻ, ഡ്രൈവിംഗ്, ഇപ്പതാ കുക്കിംഗ് പുഴുങ്ങി തരാൻ. ഞാൻ കോണ്ടിനെന്റൽ ഫുഡാണോ മാഡം ഉദ്ദേശിക്കുന്നത്? അല്ല, കിച്ചണിലത് ഉണ്ടാക്കുന്നത് കണ്ടു. കിച്ചണിലെ കളി കണ്ട് പഠിക്കണ്ട. അത് കോണ്ടിനെന്റലും അല്ല നാടിനും അല്ല, വെറും ജങ്ക്. നേരാ, ഫിഷും മീറ്റും ചുമ്മാ ബോയിൽ ചെയ്ത് സോസും അജിനമോട്ടോ ഇട്ട് ഇളക്കും. അത് തന്നെ ചൈനീസ്. പിസയാണെങ്കിൽ ശരിയായ ഗോതമ്പട. മാഡം പറഞ്ഞാൽ ശരി, കുട്ടികൾക്ക് ഇത്തരം ജങ്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല. കൊടുക്കരുതെന്ന് ആര് പറഞ്ഞു? കൊടുക്കണം. നീ ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളോട് കുട്ടികൾക്കൊരു അടുപ്പം ഉണ്ടാവും. അവനെ മാനേജ് ചെയ്യാൻ ആ അടുപ്പം ഇപ്പോൾ ആവശ്യമാണ്. പണ്ട് ഞാനിതൊന്നും കൊടുക്കില്ലായിരുന്നു. വയറ് കേടാവും. ഇറ്റ് മേ എഫക്ട് ദ ബ്രെയിൻ. ഹോം മെയ്ഡ് നാടൻ ആഹാരമേ കൊടുത്തിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതൊന്നും നോക്കണ്ട. അവന് ഇഷ്ടമുള്ളത്. സ്കൂളിൽ വലിയ നാണക്കേടൊന്നും ഉണ്ടാക്കാതെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് വേണ്ടതൊക്കെ പഠിപ്പിക്കുക. ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുക. ജസ്റ്റ് മാനേജ് ഹിം. ജസ്റ്റ്. തൊമ്മി ഒരു നല്ല കുട്ടിയായിരുന്നെന്ന് ടീച്ചേഴ്സ് പറഞ്ഞല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആവാൻ എന്താ കാരണം? ആൺകുട്ടികളല്ലേ, ചില പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സാറിനെ പേടിയുണ്ടോ തൊമ്മിക്ക്? പോൾ സാറിനെ? പോൾ അതിന് ഇവിടെ ഇല്ലല്ലോ. മാസങ്ങളായിട്ട് ബിസിനസ് ടൂറിലല്ലേ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ചയോ? നോ ചാൻസ്. അന്ന് മാഡം വീണ അന്ന്. അന്ന് ഒരു ദിവസം നാട്ടിലുണ്ടായിരുന്നു. പിറ്റേന്ന് തന്നെ പോയി. ആവശ്യത്തിലേറെ ടെൻഷൻസ് ബിസിനസ് രംഗത്ത് തന്നെ ഉണ്ട്. അതിനിടെ ഞാനിതൊന്നും പറഞ്ഞ് പോളിനെ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാ നാളെ തന്നെ ഞാൻ ജോയിൻ ചെയ്തോട്ടെ ജോലിക്ക്? ഷ്യോ. തൊമ്മി, നാളെ മുതൽ ഞാനാണ് തൊമ്മിയുടെ. അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവരുന്നത്. You want to torture me? No മോനെ, I'm your. Don't play games. കേട്ടിടത്തോളം സംഗതി മഹാ അലമ്പ മോളെ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത മനുഷ്യബന്ധങ്ങൾ, സംസാര രീതി, ആഹാരം, ചൈനീസ് പിസ, 365 ദിവസം വേൾഡ് ടൂർ നടത്തുന്ന കെട്ടിയോൻ. കേട്ടിടത്തോളം അവരുടെ ഒരു രീതികളൊക്കെ വെച്ച് ഒരു ബേബി സിറ്ററിന് എന്തായാലും ഈ ജന്മം അവർ പ്രൊമോഷൻ തരാൻ പോകുന്നില്ല. നിന്റെ ബിസിയ വേസ്റ്റ് ആവാൻ ഒരു ബിസിയെങ്കിലും ഉണ്ട്. ഈ ജോലിക്ക് ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ? പഠനം മുടങ്ങുമെന്ന് ഉറപ്പാ. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുന്ന പണി കിട്ടും. ഏറിയ 4,000 രൂപ ശമ്പളം. ഒരു കുടുംബം തകർന്നടിയും, അത്ര തന്നെ. അതുകൊണ്ട് Star.
ഈ പോലീസ് വരുന്നു. ചെറുക്കൻ. ഏത് ഗോത്താർത്തുന്ന അടി വരുന്നേ? തിരുവല്ല. സർ ഇവനാണ്. ഞാൻ വോളിയം കുറയ്ക്കാൻ പറഞ്ഞ ഇവനാ ചെയ്തില്ല. ഇവനോ? യു കോൾ മീ ഇവൻ? സാർ ഇവളെന്നെ ഇവൻ എന്ന് വിളിക്കുന്നു. ചേച്ചി അല്ലടാ, വിളിക്കട്ടെ. ചേച്ചിയൊന്നുമല്ല, ഇതെന്റെ ഡ്രൈവറാ. ഓ, ഡ്രൈവറാണോ? ടീച്ചറാ. ഡ്രൈവറാണ് സാർ. ഫസ്റ്റ് ഡേ ഡ്യൂട്ടി. ലൈസൻസ് എടുക്കടി. സർ ഗ്രീൻ ലൈറ്റ്. ആ ലൈറ്റിന് വരുവാൻ പോവുകയും ചെയ്യും. ഇന്റർനാഷണൽ ലൈസൻസ് അല്ലേ? ആ പോയിക്കോ പോയിക്കോ പോയിക്കോ. എന്നാടി പറഞ്ഞേ? പോയിട്ട് വരട്ടേന്നാ പറഞ്ഞത്. അല്ല സാർ, പോയിട്ട് വരട്ടെ പട്ടിയെന്നാ ഇവള് പറഞ്ഞു. അല്ല സർ ഇവൻ നുണയനാ. നുണയെന്നെ. ആ പോ ഓരോന്നും പൊട്ടിക്കാട്ടി നിർമ്മിക്കോളും.